രഘുനാഥ് നാരായണൻ വിവരങ്ങളായിട്ട് രഘു, ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന പോലെ നിങ്ങൾ ഒരു സൗഹൃദ കൂടിക്കാഴ്ചയെ നിങ്ങളെങ്ങനെ കാണുന്നുവെന്ന് ചോദിക്കും. പക്ഷേ നിലവിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലേ, പാർട്ടി മാറ്റങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയിലെ തർക്കങ്ങൾ, കമ്മിറ്റി ലോക്കൽ സമ്മേളനങ്ങൾ തടസ്സപ്പെടുത്തി, ഇതൊക്കെ നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തേനുള്ള ന്യായീകരണം ഒക്കെ കണ്ടു. അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച പോലും വാർത്താ പ്രാധാന്യം നേടുന്നത്. എന്തായിരുന്നു അദ്ദേഹം ഇത്ര രോഷം കൊള്ളാനുള്ള കാരണം? ഈ കൂടിക്കാഴ്ച എങ്ങനെ സൗഹൃദം തന്നെയല്ലേ? തീർച്ചയായും അതൊരു സൗഹൃദ സന്ദർശനത്തിനപ്പുറം വേറൊരു രാഷ്ട്രീയ മാനം നൽകേണ്ട കാര്യമില്ല. കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ എം പിയാണ്. അദ്ദേഹം ദീർഘകാലമായി ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് കെ സി വേണുഗോപാൽ. അതുപോലെ തന്നെ ജി സുധാകരനും എത്രയോ നാളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ നിലയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ല സമൂഹത്തിലെ വിവിധ തുറയിൽപ്പെട്ട ആളുകൾ, അതിസാധാരണക്കാരായ മനുഷ്യർ ജി സുധാകരനെ വീട്ടിൽ വന്ന് കാണാറുണ്ട്. അതിനൊരു കെ സി വേണുഗോപാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ജി സുധാകരനെ വന്ന് കാണുമെന്നോ ജി സുധാകരൻ അതിന് നിന്നു കൊടുക്കാനുള്ള സാധ്യതയോ നിലവിൽ എന്തായാലും ഇല്ല. ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ്. പിന്നെ സുധാകരനെ കഴിഞ്ഞ 1-2 ദിവസമായി നമ്മൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുന്നത് പ്രതികരണത്തിലേക്ക്. സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹം എപ്പോഴും ആ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും ഈർഷ്യമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഒരു രീതി ഏതാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. തീർച്ചയായും. കാരണം അദ്ദേഹം ചിലപ്പോൾ നമ്മളോട് ഇപ്പം തന്നെ അദ്ദേഹം പറയും ആലപ്പുഴയിലെ പ്രവർത്തകരുടെ രീതി ശരിയല്ല. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്നത് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പൊളിറ്റിക്കൽ ക്രിമിനൽസ്. ആ പൊളിറ്റിക്കൽ ക്രിമിനൽസിന് അനുകൂലമായി വാർത്തകൾ ചെയ്യുന്നു എന്നുള്ളതാണ് ജി സുധാകരന്റെ ആരോപണം. പലപ്പോഴും അദ്ദേഹം പൊതുസമ്മേളനങ്ങളിലൊക്കെ ഒരു കാര്യം പറയുകയും പിന്നീട് നമ്മളത് വാർത്തയാക്കുമ്പോൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നില്ല, മാധ്യമങ്ങൾ വളച്ചൊടിച്ചതൊക്കെയുള്ള സ്ഥിരം പരിഭവം പറയുന്നുണ്ട്. അതിന്റെ നമ്മളൊക്കെ ഒരു പ്രതികരണം ചിലപ്പോൾ നമ്മളോട് വളരെ ശുഭിതനാവും. സാധാരണ നിലയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ്. അതൊരു മോശക്കാരനാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മാതൃപ്രവർത്തകരെ മോശക്കാരനാക്കാൻ വേണ്ടി പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അദ്ദേഹത്തെ അങ്ങനെ അദ്ദേഹം മാധ്യമങ്ങളോട് ശുഭിതരായെന്നോ അങ്ങനെയൊന്നും വാർത്ത കൊടുക്കാറില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതിയാണത്. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പേര് വീണ്ടും സജീവമായ രാഷ്ട്രീയ ചർച്ചയിലേക്ക്. നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് അമ്പലപ്പുഴ ഏരിയ സമ്മേളനം നടന്നത്. അദ്ദേഹത്തെ പരിപാടിയിൽ ക്ഷണിച്ചില്ല എന്നുള്ളതായിരുന്നു വിമർശനത്തിന് കാരണം. പക്ഷേ ഒരു CPM-ന്റെ സംഘടനാ രീതി വെച്ച് നോക്കിയാൽ ജി സുധാകരൻ ബ്രാഞ്ചിൽ മാത്രം ബ്രാഞ്ച് അംഗമാണ്. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ സംഘടനാപരമായ നടപടികളിലേക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ വിശദീകരണം. എപ്പോഴും അദ്ദേഹം അമ്പലപ്പുഴയിലെ തന്നെ നേതാക്കന്മാരൊക്കെ ആയിട്ട് പലപ്പോഴും വിമർശനത്തിന് പരസ്യമായി അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ സാധാരണ നിലയിൽ ഈ മുതിർന്ന നേതാക്കളെയൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള സെമിനാറുകളിൽ അത്തരത്തിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജി സുധാകരൻ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഇന്ന് അദ്ദേഹത്തിന്റെ അവകാശം, ഇന്ന് ജില്ലയിൽ സജീവമായി രാഷ്ട്രീയ രംഗത്തുള്ള ഏറ്റവും മുതിർന്ന പാർട്ടി അംഗമാണ് ഞാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചില്ല എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വന്നത് അദ്ദേഹം അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നേരത്തെ പറഞ്ഞതുകൊണ്ട് സംഘടനാപരമായ അദ്ദേഹം ഈ പാർട്ടി അല്ലെങ്കിൽ ഉൾപാർട്ടി അദ്ദേഹം പറയുന്ന ഈ വിമർശനമൊക്കെ ഞങ്ങൾ പണ്ടേ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഉൾപാർട്ടി ചർച്ചകൾക്കൊപ്പം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന നിരന്തരം വിമർശനം, സ്വയം വിമർശനവും സംഘടനാപരമായ വിമർശനവും ഉന്നയിക്കുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു CPM പ്രവർത്തകൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറുന്നത്. ആ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ നിന്ന് ആ ഒരു ചിന്താധാരയുടെ ഭാഗമായി നടത്തുന്ന വിമർശനമാണ്, അല്ലെങ്കിൽ അത് ഉൾപാർട്ടിയിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു വിമർശനമാണത്. സ്വയം നന്നാവാൻ വേണ്ടിയും സംവിധാനങ്ങൾ നന്നാവാൻ വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് അദ്ദേഹം സ്ഥിരം പറയാറുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു അത് വീണ്ടും നമ്മൾ ഇന്ന് രാവിലെയും അദ്ദേഹത്തിന്റെ ഒരു ചെറിയ രാഷ്ട്രീയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ വേണമെങ്കിൽ ഒരു വിവാദം എന്ന് പറയാവുന്ന ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രികയുടെ വരിസംഖ്യ ചേർക്കാനായി അദ്ദേഹത്തെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ അവിടെ എത്തിയിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച് അദ്ദേഹം ഡേറ്റ് സമയം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് നേതാക്കൾ എത്തിയത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തായാലും കെ സി വേണുഗോപാൽ ജി സുധാകരനെ കണ്ടിരിക്കുന്നു. സൗഹൃദ കൂടിക്കാഴ്ച എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു.